عن صهيب بن سنان الرومي رضي الله عنه. صهيب بن سنان الرومي رضي الله عنه പറയുന്നു, نهى رسول الله صلى الله عليه وسلم عن أكل طعام الحاد حتى يمكن. نهى رسول الله صلى الله عليه وسلم, നബി തങ്ങൾ വിരോധിച്ചു, അൻ അക്ലി ത്വആമിൽ ഹാരി, ചൂടുള്ള ഭക്ഷണം കഴിക്കലിനെ തൊട്ട്, ഹത്താ യുംകിൻ, അത് ഭക്ഷിക്കാൻ യോഗ്യമാകുന്നത് വരെ, സൗകര്യമാകുന്നത് വരെ. ഓവർ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതാണ്. അത് ശാരീരികമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. കൈ പൊള്ളിക്കൽ, നാവ് പൊള്ളാൻ കാരണമാണ്. ശാരീരികമായും ഇന്ന് ആധുനികമായ പഠനങ്ങൾ വരെ പറയുന്നതാണ് ഓവറായി ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നാണ്. ആമാശയത്തിന് വരെ പ്രശ്നങ്ങൾ അതുണ്ടാക്കും. അതങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ആധുനിക ശാസ്ത്രം തെളിയിച്ചോ ഇല്ല എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിക്കരുത്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ പറഞ്ഞു, അല്ലാ യതനാവല ഹാറൻ യുഹദി, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള ചൂടുള്ള ഭക്ഷണങ്ങൾ അത് കഴിക്കാതിരിക്കലാണ് സുന്നത്ത്. കഴിക്കൽ കറാഹത്താണ്. അപ്പോൾ അത് കഴിച്ചാൽ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. 2 കറാഹത്ത് വരും. മൂന്നാമതൊരു കാര്യം, മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹാ കാനത് ഇദാ അസറദത് ഗത്തതുഹു ഷൈആ. മഹദി സെരീദ് എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട്. അന്ന് വളരെ പോപ്പുലറായ വിഭവമാണ്. ആ സെരീദ് എന്ന് പറഞ്ഞാൽ ഖുബ്സും മാംസവും ഒക്കെ കലർത്തിയിട്ടുണ്ടാക്കുന്ന പ്രത്യേകമായ ഒരു വിഭവം. ആ വിഭവം ഉണ്ടാക്കിയാൽ ഗത്തതുഹു ഷൈആ, കുറച്ച് സമയം അത് മൂടി വെക്കും, അതിന്റെ ചൂട് പോകുന്നത് വരെ. ഹത്താ യദ്ഹബ ഫൗറു, അതിങ്ങനെ തിളച്ചു മറിയുന്ന ചൂടുണ്ടല്ലോ, അത് പോകുന്നത് വരെ ഒന്ന് മഹദി അവர்கள் മൂടി വെക്കുമായിരുന്നു. സുമ്മ തഖൂൽ, എന്നിട്ട് പറയും. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം? അപ്പോൾ മഹദി പറയും, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹു അഅ്ളമു ലിൽ ബറക, അങ്ങനെ മൂടി വെക്കുന്നത് ബറക്കത്തുണ്ടാവാൻ കാരണമാണ്. ബറക്കത്ത്, ഉത്തമമായ ബറക്കത്ത് നമുക്ക് കിട്ടാൻ കാരണമാണ് ഒരല്പനേരം അതിന്റെ ചൂട് ക്ഷമിച്ച് സാവധാനത്തിൽ ഭക്ഷിക്കുക എന്നത്. ഓവർ ചൂടുള്ള ഭക്ഷണം കഴിക്കുക എന്നത് ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. അടുത്ത ഒരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, അബ്രിദു ബിത്വഅം, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരല്പം തണുപ്പിക്കണം. ഫഇനൽ ഹാറ ലാ ബറക്കത ഫീഹി, ചൂടുള്ള ഭക്ഷണം, കൂടുതൽ ഹീറ്റായ ഭക്ഷണം അത് കഴിക്കുന്നതിൽ ബറക്കത്തില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനർത്ഥം ചൂടുള്ള ചായ കുടിക്കാൻ പാടില്ല എന്നല്ല, ഓവറായി ചൂടുള്ളത് എന്നാണ് ഉദ്ദേശം. ചില ആളുകളുണ്ടാവും, എനിക്കിങ്ങനെ തിളച്ചു മറിയുന്ന ചായ കിട്ടണം എന്നൊക്കെ പറയും. അങ്ങനെ കഴിക്കൽ അത് കറാഹത്താണ്, ശരീരത്തിന് ഹാനികരമാണ്. മാത്രമല്ല അത് ബറക്കത്തില്ലാത്തതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇച്ചിരി തണുപ്പിച്ച് ആണ് ഭക്ഷണങ്ങളെല്ലാം കഴിക്കേണ്ടത്. എന്നാൽ ഓവറായി തണുപ്പിച്ചും കഴിക്കാൻ പാടില്ല. ഓവർ തണുപ്പുള്ള ഭക്ഷണങ്ങൾ അതും കഴിക്കാൻ പാടില്ല എന്നതാണ്. ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ നമുക്കറിയാലോ, പ്രകൃതി നമ്മോട് തേടുന്നത് തന്നെ റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളം കുടിക്കണമെന്നാണ്, അല്ലെ? നമ്മോട് ഡോക്ടർമാർ വരെ പറയല്ലേ, അങ്ങനെ തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന്, തിളപ്പിച്ചാറിയതിന് ശേഷം കുടിക്കണം എന്നല്ലേ പറയാറ്. ഇപ്പൊ റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം കുടിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് എന്നതാണ്. അപ്പൊ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്, ബറക്കത്തുള്ള ഭക്ഷണമായി മാറാൻ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞു കേട്ടതെല്ലാം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങളെ മീസാനിൽ വെയിറ്റുള്ള അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു അവരുടെ ഖബറിലേക്ക് നീ ഇതിന്റെയൊക്കെ മിസ്ലി സവാബ് എത്തിച്ച് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയുള്ള ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, അല്ലാഹുവേ സൂഉൽ ഖാത്തിമത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് സുബ്ഹ് ജമാഅത്തിനോട് എത്തിയ മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുന്നവർ അല്ലാഹുവേ വലിയ ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് നീ വലിയ സന്തോഷം ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്.
നമ്മളിൽ രോഗികളുണ്ട്, ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. കടങ്ങളും മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, എല്ലാം വിട്ടുന്നതിനും എല്ലാറ്റിൽ നിന്ന് കരകയറുന്നതിനുള്ള വഴി നീ കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ ഉദ്ദേശിച്ചുവെങ്കിൽ അല്ലാഹ് ഇതെല്ലാം ഞങ്ങൾ ദുആ സ്വീകരിച്ച് നീ തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരവാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. سيدنا محمد سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.